നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയുടെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും അതുപോലെ നിങ്ങളുടെയും അവരുടെയും ഒരു ഫ്യൂച്ചർ എനർജിയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു, ഇതൊരു പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ്. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾക്കിത് കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പോസിറ്റീവ് ആകുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് റെസനേറ്റ് ആവുകയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക, ഇതിലേക്ക് കടന്നു വരിക. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റ് സിറ്റുവേഷൻസിലേക്ക് പോവുക എന്നാണ് പറയാനുള്ളത്. കാരണം ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള പോസിറ്റീവ് എനർജിയുടെ ഫലമായിട്ട് മാത്രമാണ് ഇതിലെ ജനറൽ റീഡിങ്ങുകൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയുള്ളൂ എന്നത് മനസ്സിലാക്കുക. ബാലൻസ് യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് റെസനേറ്റ് ആവാത്തൊരു എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. നിങ്ങൾക്ക് അർഹമാകുന്ന ഇൻഫർമേഷൻസുകൾ അതിൻ്റേതായ സമയത്ത് നിങ്ങളിൽ എത്തിക്കണമെങ്കിൽ യൂണിവേഴ്സ് അത് തീർച്ചയായിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്ന നിങ്ങളുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് ആണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സാഹചര്യത്തെയാണ് കാണുന്നത്. വളരെയധികം ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ജസ്റ്റിസിനെ നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാലം അനുകൂലമല്ലാത്ത ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു ഫീലിങ്സ് വളരെ മോശം, ഒന്നിനെയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റാതെ ഒന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് എനർജിയിലായിരിക്കാം നിങ്ങളിപ്പം നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജിയാണ്. എവിടെയോ നിങ്ങൾ സ്റ്റക്കാണ്, ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ, അതല്ലെങ്കിൽ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളൊരു ട്രാപ്പ്ഡ് എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ വളരെ ശക്തമായി ദൈവികമാകുന്ന ഒരു പ്രാർത്ഥന, പ്രെയർ എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾ സ്റ്റക്കാണെന്നും നിങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഫിനാൻഷ്യലി നല്ലൊരു ലോസ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ മറ്റേതോ പേഴ്സൻ്റെ മുന്നിൽ ഒരു സാന്നിധ്യം, സ്നേഹം അതിനൊക്കെ വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരു എനർജിയിലായിരിക്കാം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ലോസ് എനർജിയിലാണ് നിങ്ങൾ കറൻ്റ്ലി കടന്നു പോകുന്നത്. പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏത് രീതിയിലാണേലും നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയാണ് വേണ്ടത്. നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ട ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു. കാരണം എടുത്ത് ചാടി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ, നല്ലൊരു വ്യക്തത കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇന്നർ ഗൈഡൻസും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് ആവശ്യം. അതായത് ഒരു നീതി ലഭിക്കുക എന്ന എനർജിയാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്നാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് അറിയാനുണ്ട്. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ വളരെ ശക്തമായി ഫോക്കസിങ് ചെയ്തിരുന്ന പാസ്റ്റിലെ മുതൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിനോ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നതിനോ ഒക്കെ കുറച്ച് സ്ട്രഗ്ലിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ സ്ട്രഗ്ലിങ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്ത എനർജിയിലാണ് നിൽക്കുന്നത് പുതിയതായിട്ട്. ഫിനാൻഷ്യലി ആണെങ്കിലും ആ ഒരു ലോസിനെ മറികടക്കുക എന്ന ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഫോക്കസ്ഡ് എനർജിയും നല്ല ശക്തമായി മാനിഫെസ്റ്റേഷൻസ്, പ്രാർത്ഥന, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതുണ്ട്. കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ അപ്പോഴും ട്രാപ്ഡ് എനർജിയാണ്. നിങ്ങളുടെ പിന്നിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്ന കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ആ ഒരു യാത്രയ്ക്ക് ഒരു ചെറിയ തടസ്സം അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ലൈഫിലൊരു വലിയൊരു സക്സസ് ആണ് കേട്ടോ വരാൻ പോകുന്നത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില വിജയങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞ് പഠിച്ച് വേണം മുന്നോട്ടേക്ക് പോകാൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സമയത്തെ എല്ലാം നിങ്ങൾ വാല്യൂ കൽപ്പിക്കണം. നിങ്ങൾ എടുത്ത് ചാടുകയല്ല ചെയ്യേണ്ടത്. എന്താണ് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ വളരെ പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കി അതിനെക്കുറിച്ച് നല്ല ആഴത്തിൽ അറിഞ്ഞു വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുവാൻ. അതിനു വേണ്ട ഒരു ക്ഷമ നിങ്ങളിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രശ്നം പാസ്റ്റിലാണ്. നിങ്ങളുടെ മുൻകാലങ്ങളിൽ നടന്നുപോയൊരു കാര്യത്തെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ മറ്റു സിറ്റുവേഷൻസുകളെല്ലാം സ്റ്റക്കാക്കി നിർത്തുന്നതെന്ന് കാണുന്നുണ്ട്. മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശരിക്കും വെയിറ്റിംഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കണം. ഒന്നെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നാവാം, സാഹചര്യങ്ങളിൽ നിന്നാവാം. നിങ്ങൾക്ക് വേണ്ടത് ഒരു നീതിയാണ് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും പക്വതയോടുകൂടി കാണാൻ ശ്രമിക്കുകയും ക്ഷമയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുകയും ചെയ്യുന്നൊരു എനർജി കൂടിയാണ്. മാത്രമല്ല ബ്ലെസ്സിങ്സ് ആണ് എപ്പോഴും നിങ്ങൾക്ക്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങളും പുറമെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ നല്ല ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന പേഴ്സണായിട്ട് തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ കാണപ്പെടുന്നതെന്നും നമുക്ക് കാണുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ ഈ സ്ട്രഗ്ലിംഗ് എനർജി പോലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഒന്നും മറക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്ത് കടന്നു പോകുന്നതെന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു മനസ്സ്, മൈൻഡ്, നിങ്ങളുടെ സോളിൻ്റെ ഒരു പ്രശ്നം പല കാര്യങ്ങളും ബ്ലെസ്സിങ്സിനെ തേടുന്നു, ഒരു ബ്ലെസ്സിങ്സിനെ തേടുന്നു, സമാധാനത്തെ തേടുന്ന ഒരു എനർജിയാണ്. പുറമേ അത് പ്രകടമല്ലെങ്കിലും ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് എന്നാണ് കാണുന്നത്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ, അതായത് മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്യുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത്. ഫൈറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സെൽഫായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് വെല്ലുവിളികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് സെൽഫായിട്ടൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുമുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലാണ് കേട്ടോ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഫോക്കസിങ് ചെയ്യുന്നത് പാസ്റ്റിലെ ആ ഒരു കാര്യത്തിലാണ്. ആ ഒരു പാസ്റ്റിലെ ലൈഫ് സിറ്റുവേഷൻസിനെയാണ് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഒരു പേഴ്സണുമായിട്ടുള്ള ഇമോഷണലി ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ തിരയുന്നത്. ഇമോഷൻസ് ആണ് നിങ്ങളെ ഈ ഒരു പാസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതെന്നാണ് കാണുന്നത്. മറ്റൊരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളെ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാനായിട്ടും അല്ലെങ്കിൽ പാസ്റ്റിലെ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കഴിഞ്ഞുപോയ കാര്യത്തിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിർത്തിയിരിക്കുന്നതും നിൽക്കുന്നതും പാസ്റ്റിലെ ഇമോഷൻസ് ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും മാനേജിങ് ചെയ്യാനുള്ള പവർ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. എന്ത് കാര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ശക്തിയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളിൽ ഭയത്തെയും ആൻസൈറ്റി, ഉത്കണ്ഠയെയും ഹീലാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഡിപ്രഷൻ എനർജിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ, ഭയം എന്ന അവസ്ഥയെയാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയേണ്ടത്. പിന്നെ ഉത്കണ്ഠ, എന്ത് കാര്യത്തിലും തുടങ്ങി വെക്കാൻ തോന്നുന്ന ഉത്കണ്ഠ, അല്ലെങ്കിൽ ഇത് എന്തായി തീരുമെന്നുള്ള അങ്ങനെയുള്ള ചിന്തകൾ മാനേജിങ് ചെയ്യാൻ പവറുള്ള വ്യക്തിയാണ്.
മോശം സാഹചര്യത്തെ പോലും നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാലം നിങ്ങൾക്ക് അനുകൂലമാണ്, പ്രപഞ്ചം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഉത്കണ്ഠയെയും ഭയത്തെയും ഡിപ്രഷൻ എനർജീനെയും അതുപോലെ തന്നെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ലൈഫിൽ എനിക്കൊന്നും വേണ്ട എന്നുള്ള ഒരു ത്യാഗത്തോടു കൂടി ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തെയും നിങ്ങൾ ഹീലാക്കി കളയുക, നിങ്ങൾ തിരിച്ച് സഞ്ചരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. പവർഫുള്ളായ എനർജിയോട് കൂടി സഞ്ചരിക്കുക. കാരണം ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചം അനുകൂലമാണ്. എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും നിങ്ങളെ പ്രപഞ്ചം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലൂടെ ഇങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കാതെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സ്ട്രെങ്ത് ആയ എനർജിയെ തിരിച്ചെടുക്കുക എന്നാണ് കാണുന്നത്. സെൽഫായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് എനർജി, ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക എന്നൊക്കെയുള്ള നമ്മളോട് തന്നെ ആ സംസാരിക്കുന്നത് പോസിറ്റീവായ എനർജി ആണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ നെഗറ്റീവാണ് നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഒരു എനർജി എന്നാണ് കാണാൻ പറ്റുന്നത്. സ്റ്റക്ക് എനർജിയാണ്. അത് ഹീലാക്കി കളയുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ കറൻറ്റ്ലി നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ മറ്റെവിടുന്നോ ഒരു ജഡ്ജ്മെൻറ്റ് വേണം, എനിക്ക് നീതി ലഭിക്കണമെന്ന് ചിന്തിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളാലാണ് നിങ്ങൾക്ക് നീതി കൊടുക്കേണ്ടതെന്നാണ് പ്രപഞ്ചം കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമോഷണലി മറ്റെവിടെയോ വളരെ പൂർണ്ണതയോടുകൂടി സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഒരു പാർട്ട്ണർ എനർജിയുമായിട്ട്, അതായത് ഇമോഷണലി ഹാപ്പി ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു പുതിയ തുടക്കം എനിക്ക് തോന്നുന്നു ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ തുടക്കം നടത്തിയിരിക്കുന്നത്. അത് മുന്നും പിന്നും നോക്കാതെ ഒരു എടുത്തുചാട്ടത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു തേർഡ് സിറ്റുവേഷൻസ് വളരെ ശക്തമായിട്ടും ആ ഒരു വ്യക്തിയിലുണ്ട്. അതെല്ലാ രീതിയിലും കണക്റ്റഡ് ആണ്. ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം അവർ വളരെ കണക്റ്റഡ് ആയ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ സ്ട്രോങ് ആയ എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. ഇമോഷണലി വളരെ മെച്യൂരിറ്റിയോട് കൂടി ഒരു ആക്ഷൻ എടുത്തു, ഏറ്റവും നല്ല ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. വേറെ പല കാര്യങ്ങളെയും ആ ഒരു വ്യക്തി ലൈഫിൽ നിന്നും ഹീലാക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈഫിലെ പുതിയ എന്തെങ്കിലും തുടക്കങ്ങളാവാം, എന്തൊക്കെയോ കാര്യങ്ങളെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഇമോഷണലി ഒരു പുതിയ തുടക്കം ആ ഒരു പേഴ്സൺ എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഹൈഡിങ് എനർജിയാണ് കൂടുതൽ. കാരണം പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി പലയിടത്തും ഹൈഡിങ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഇല്ല, അങ്ങനെ ഒരു വ്യക്തി ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ള ഒരു ഹൈഡിങ് എനർജിയിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പം മറ്റൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എന്ത് തരത്തിലുള്ള ബന്ധമായാലും നിങ്ങളെ മറച്ചു പിടിക്കുന്നു ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസിലുള്ളിൽ എന്നാണ് കാണുന്നത്. പക്ഷേ അവർക്ക് വളരെയധികം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അലട്ടുന്നുണ്ട്. നിങ്ങളെ അവരുടെ മനസ്സിൽ സോളിൻ്റെ ഉള്ളിൽ അവർ റിപ്പീറ്റ് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ അവർ പ്രസൻ്റ്ലി നിങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് മുന്നിൽ ഹൈഡിങ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് പുറത്തു വന്നാൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം പുറത്തു വന്നാൽ തീർച്ചയായിട്ടും വളരെയധികം പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും ഈ ഒരു പേഴ്സൺ ഒരു കാരണവശാലും ഒരിക്കലും ഒരു സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കില്ല. കാരണം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഫൈറ്റിംഗ് എനർജിയിലൂടെയാണ് അവരുടെ ചിന്തകൾ കടന്നു പോകുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ എനർജി ഇടയ്ക്ക് വരുന്നുണ്ട്. ടെൻഷൻ, സമാധാനമായിട്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ഒരു ടെൻഷൻ എനർജിയാണ് അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അവർ ചില സമയങ്ങളിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ, നിങ്ങളിലേക്ക് തിരിച്ചു വന്നാലോ, നിങ്ങളുടെ മുന്നിൽ ഒരു സ്കോപ്പ് ഉണ്ടാകുമോ എന്നവർ ആഴത്തിൽ ചിന്തിക്കുന്നു എന്നാണ് നമുക്ക്
നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അവർ കറൻറ്റ്ലി മറ്റൊരിടത്ത് അങ്ങ് പൂർണ്ണതയോടുകൂടി മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടി ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുകയും അവിടെ ട്രാപ്പ്ഡ് എനർജിയിൽ നിൽക്കുകയും ചെയ്യുകയാണ്. അതായത് അവിടെ ഓവറായിട്ട് കണക്റ്റ് ചെയ്തു, അതായത് ആ ഒരു അതിർവരമ്പുകളില്ലാത്തൊരു ബന്ധം കണക്റ്റ് ചെയ്തു വെച്ചു എന്നാണ് കാണുന്നത്. അതിനാലാണ് നിങ്ങളെ അവർക്ക് ഹൈഡ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ കുറിച്ച് ഹൈഡ് ചെയ്യേണ്ടി വന്ന് നിൽക്കുന്നു. പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സാധ്യമായാലോ, ഈ ഒരു സാഹചര്യത്തെ വിട്ടു മാറാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് ആ ഒരു പേഴ്സൺ ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്കോപ്പ് അവരുടെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്, തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയാൽ ചിലപ്പോൾ ഈ ഒരു റീയൂണിയൻ സാധിക്കുമെന്നും ഒരു ന്യൂ ബിഗിനിങ് വലിയ രീതിയിൽ ശക്തമാകുന്ന ഒരു ബേസിക് ആയിട്ട് ഒരു അടിത്തറയോട് കൂടി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്നും വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അവർ ഭയപ്പെടുന്നു, ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നത് അവർ വളരെ ശക്തമായി ഭയപ്പെടുന്നു. ചിലപ്പോൾ അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നാൽ കേസും പ്രശ്നങ്ങളും കോടതിപരമായ കാര്യങ്ങളെയും എല്ലാം അതിജീവിക്കേണ്ടി വരുമെന്നുള്ളൊരു ഭയം അവരെ വളരെയധികം അലട്ടുന്നു. അവർ ഭയപ്പെടുന്ന ഒരു എനർജിയും കൂടിയാണ്. പുറമേ സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഉള്ളുകൊണ്ട് അവർക്ക് വളരെയധികം ഒരു പേടി, ഭയം, ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ എനർജി എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫാമിലി വളരെയധികം ഒരു സ്ട്രോങ് ആയ അല്ലെങ്കിൽ നാല് പേര് അറിയുന്ന രീതിയിൽ ഒരു പാരമ്പര്യമുള്ള ഒരു ട്രഡീഷണൽ എനർജി ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങളുള്ള കുടുംബത്തിൻ്റെ എനർജിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ കൂടിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പേഴ്സൺ സ്റ്റക്കാണിപ്പം. ശരിക്കും പറഞ്ഞാൽ ഹാപ്പിനെസ്സോട് കൂടി ഇമോഷണലി ഒക്കെ കാര്യങ്ങൾ കറൻറ്റ്ലി കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന ചിന്തയെയും നിങ്ങളിലേക്ക് കടന്നു വരിക എന്നതുമെല്ലാം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്നുള്ളതാണ് കാണുന്നത്. ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ജസ്റ്റിസ് തരേണ്ടി വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ജസ്റ്റിസ് ആയിട്ടുമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഫിനാൻസ് സംബന്ധമായിട്ട് എന്തൊക്കെയോ ഇടപാടുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായതായിട്ടും കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണ്, ഒരു നഷ്ടത്തിൽ നിൽക്കുന്ന ഒരു മരണതുല്യമായ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങളോടുള്ള ഓർമ്മകളിൽ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയമാണ് ആ ഒരു പേഴ്സണ് ചിന്തിക്കാൻ അനുഭവത്തിലേക്ക് വരുന്നത്. കാരണം ഈ ഒരു വ്യക്തിക്ക് അപവാദം, ചീത്തപ്പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കറൻറ്റ്ലി അവർ മറ്റൊരിടത്ത് പൂർണ്ണമായും ഇമോഷണലി മെച്യൂരിറ്റിയോടുകൂടി കാണാനും ഇമോഷണലി ഒരു പക്വതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഓർമ്മ അവരെ വളരെയധികം അലട്ടുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഈ ഒരു എനർജി കണക്റ്റഡ് ആയവരുടെ ഫ്യൂച്ചർ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമൊക്കെ ഒരു കൺഫ്യൂഷൻ എനർജി ആയിരിക്കും കേട്ടോ. ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കി കളയുന്നുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ കുറേ കാലം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സ്, ഞാൻ പറഞ്ഞില്ലേ, പ്രപഞ്ചം നിങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടും അനുഗ്രഹവും നൽകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു സൺറൈസിങ് ആണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സക്സസ് നിങ്ങളെ തേടി വരുമെന്നാണ് കാണുന്നത്. അത് ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഫിസിക്കലിയും എല്ലാം നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു അബണ്ടൻസിൻ്റെ എനർജിയിലേക്കാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങൾ എടുത്ത എഫോർട്ട്, നിങ്ങൾ അനുഭവിച്ച വേദന, നിരാശ, ദുഃഖം, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ജഡ്ജ്മെൻറ്റാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലുമുള്ള സക്സസ് എന്നാണ് കാണുന്നത്. നിങ്ങൾ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കണം നിങ്ങളിലേക്ക് എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. സെൽഫ് ലവ് എന്നൊരു എനർജിയിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമാണ് നിങ്ങൾക്കിതെല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ. തേർഡ് സിറ്റുവേഷൻസ് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ പൂർണ്ണമായി ഹീലാകുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ഹീലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ നിന്നും ആ ഒരു സൺറൈസിങ് എനർജി പോസിറ്റീവ് ആകുന്നൊരു ടൈം വരുമ്പം അത് ഓട്ടോമാറ്റിക്കലി ഹീലായി പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഒരു ഇമോഷണൽ ബാലൻസും അബണ്ടൻസും ലക്ഷറി ലൈഫ്
സിറ്റുവേഷൻസും പുതിയ തുടക്കങ്ങളും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു പുതിയ തുടക്കവും ഇമോഷണൽ ബാലൻസുമാണ് നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഇപ്പം നേരിടേണ്ടി വരുന്നത്, അതിനകത്ത് ഏറ്റവും വലിയൊരു സക്സസ് കാണുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കേട്ടോ. ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമോഷണലി സക്സസ് ആയി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. നമുക്ക് പിന്നെ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പറ്റും. അതേസമയം ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആണെങ്കിൽ നമുക്ക് പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും അതിനെ അനുഭവിക്കാനോ അതിന് ആ ഒരു സിറ്റുവേഷൻസിനെ നമുക്ക് ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇമോഷൻസ് ഉണ്ടെങ്കിലും കരിയർ പാത്തിൽ എന്ത് കാര്യങ്ങൾ കിട്ടിയാലും ഫിനാൻഷ്യലി നമ്മൾ സ്റ്റെബിലിറ്റി എപ്പോഴും ഉണ്ടാകുന്നു, അവിടെ തൊട്ട് നമ്മൾക്ക് സക്സസ് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ എനിക്ക് കാണാൻ പറ്റുന്ന നഷ്ടത്തെയാണ് കേട്ടോ. കയ്യിൽ കിട്ടിയ ഒന്നിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ പ്രിയപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു എനർജിയിൽ നിരാശയാണ് ആ ഒരു പേഴ്സൺ അതിജീവിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മറ്റ് സിറ്റുവേഷൻസിനെ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങളെ ചുമക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു പേഴ്സണ് ചിന്തിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഓരോ ഉത്തരവാദിത്തങ്ങളെയും ചുമന്ന് ഇമോഷണലി ഒന്നിനു വേണ്ടി, അതായത് പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണ് വേണ്ടിയിട്ടോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്നു. അതായത് നിങ്ങളെ ഓർത്ത് ഇമോഷണലി നിരാശപ്പെടേണ്ടി വരുന്ന ഒരു എനർജിയിലേക്കാണ് ആ ഒരു പേഴ്സൻ്റെ ഫ്യൂച്ചർ കടന്നു പോകാൻ പോകുന്നത്. ഇമോഷണലി അവർ നിങ്ങളോടൊപ്പം അനുഭവിച്ച സന്തോഷങ്ങളും കാര്യങ്ങളും എല്ലാം ഓർത്ത് ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെ, ചീറ്റിംഗ് എനർജിയിലൂടെയും നഷ്ടത്തിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വരുമെന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യും. നിങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രഷ്യസ് എന്നുള്ളത് അവർ ഹോൾഡ് ചെയ്യും. അത് ഹൃദയം തകർന്ന വേദനയോടുകൂടി ആയിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളുടെ അരികിലെത്താൻ പറ്റാത്ത വിധം. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുക എന്നത് ഡിഫിക്കൽറ്റി ആയിരിക്കും. നിങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിത വിജയം കണ്ട് നിരാശപ്പെടാനും ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കാനുമുള്ള ഒരു യോഗമാണ് ആ ഒരു പേഴ്സൺ, ഈ ഒരു എനർജി കണക്റ്റഡ് ആയ വ്യക്തിക്ക് ഉള്ളതെന്നാണ് നമുക്ക് ഫ്യൂച്ചർ നോക്കിയിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.